1817 മറ്റൊരു തുർക്കി സുൽത്താൻ മഹ്മൂദിന്റെ കാലത്താണ് പ്രവാചകന്റെ ഖബറിനുമേൽ ഇന്ന് കാണുന്ന മകുടം സ്ഥാപിക്കപ്പെടുന്നത്. സുൽത്താൻ അബ്ദുൽ മജീദിന്റെ കാലത്ത് നീണ്ട 13 വർഷത്തെ വിപുലീകരണത്തിന് ശേഷം മസ്ജിദ് 1293 ചതുരശ്ര മീറ്ററായി വർദ്ധിപ്പിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സൗദ് ബിൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ മദീനയുടെ നിയന്ത്രണം കൈയടക്കുകയും പള്ളിയോട് ചേർന്നുള്ള മക്ബറകളും താഴികക്കുടങ്ങളുമൊക്കെ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസ സങ്കല്പങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന ന്യായം നിരത്തി അവർ തല്ലിത്തകർത്തു. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന മതപരിഷ്കർത്താവിന്റെ ആശയങ്ങളാണ് സൗദ് പിന്തുണച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1925 അബ്ദുൽ അസീസ് രാജാവിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ പുതിയ ഭരണകൂടം നിലവിൽ വരികയും പിന്നീട് ഫൈസൽ രാജാവിന്റെയും ഫഹദ് രാജാവിന്റെയും സൽമാൻ രാജാവിന്റെയും ഒക്കെ കാലത്ത് മസ്ജിദുൻ നബവി